വെൽക്കം ടു ലീൻ കോട്ടൺ ബൈസ്. ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. എന്നാൽ എന്ത് ബിസിനസ് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അതെങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നൊക്കെ പല ആൾക്കാർക്കും ഒരു സംശയമുണ്ട്. നിങ്ങളുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്ത് വരുമാനം കണ്ടെത്താൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിൽ പോകാറുണ്ട്. അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണല്ലോ, സോഷ്യൽ മീഡിയയൊക്കെ ആണല്ലോ, ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ടെക്നോളജിയൊക്കെ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അതിനെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം. കൂടാതെ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾ ലിസ ആപ്ലിക്കേഷൻ ലിസ്റ്റ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിനെ കണ്ടെത്തി നിങ്ങൾക്ക് തരികയും നിങ്ങളുടെ വീട്ടിൽ നിന്ന് കസ്റ്റമേഴ്സിലേക്ക് ഷിപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഒരു വരുമാനം കണ്ടെത്താം. അപ്പോൾ ലിസ ആപ്ലിക്കേഷൻ ലിസ്റ്റ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റുകളുടെ സാമ്പിളുകൾ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ആ സാമ്പിളുകൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ലിസ ആപ്ലിക്കേഷൻ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വന്നിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത്. ഇത് സത്യത്തിൽ ഒരു പിക്കിളാണ്. പിക്കിള് നിർമ്മിച്ചിരിക്കുന്നത് പാളയംകോടൻ പഴം ഉണക്കി അച്ചാറിട്ടതാണ്. ഇത് വ്യത്യസ്തമായ ഒരു ആശയമാണ്. കാരണം വ്യത്യസ്തമായ പ്രോഡക്റ്റുകളാണ് കൂടുതലും ആൾക്കാർ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് നിർമ്മിക്കുവാൻ സാധിക്കും. ഈ പിക്കിള് നിർമ്മിച്ച വ്യക്തിക്ക് ഓൾറെഡി ഒരു ഡ്രയർ ഉള്ളതുകൊണ്ട് പഴം ഉണക്കി അത് അച്ചാറിടാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും. എന്നാൽ നിങ്ങൾക്ക് ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഡ്രയർ വാങ്ങുക എന്നുള്ളത് പ്രായോഗികമല്ല. കാരണം ഒരു ഡ്രയറിന് ഏകദേശം 2 ലക്ഷം രൂപയോളം വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് റോ മെറ്റീരിയൽസ് പ്രോസസ്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഡ്രയർ വെച്ച് ഉണക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡ്രയർ വാങ്ങുന്നതിന് പകരം ഒരു ഡ്രയർ ഉള്ള വ്യക്തിയെ കണ്ടെത്തുകയും അദ്ദേഹത്തിന് നിങ്ങളുടെ പ്രോസസ്സ് ചെയ്യേണ്ട പ്രോഡക്റ്റ് ഏൽപ്പിച്ച് അത് ഉണക്കി നിങ്ങൾക്ക് പ്രോഡക്റ്റ് ആക്കി മാറ്റാം. ഉദാഹരണത്തിന് ചക്ക ഉണക്കി അത് പൗഡറാക്കുന്ന ഒരു ബിസിനസ്സാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെന്ന് കൂട്ടിക്കും. അപ്പോൾ നിങ്ങൾ ചക്ക ഉണക്കി നിങ്ങൾ കൊണ്ടുവന്നിട്ട് അത് പൗഡറാക്കി അതിന് വേണ്ട നിങ്ങളുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള റെസിപ്പികൾ ചേർത്ത് ഒരു പൗഡറാക്കി പ്രോഡക്റ്റാക്കി മാറ്റുവാൻ സാധിക്കും. നിങ്ങളുടെ പ്രോഡക്റ്റിന് ഉണക്കിയെടുക്കാനുള്ള റോ മെറ്റീരിയൽസ് ഉണക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്. അതായത് ഡ്രയർ ഉള്ള ഒരു വ്യക്തിയുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ അദ്ദേഹവുമായിട്ട് ആശയവിനിമയം നടത്തുകയും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തരികയും ചെയ്യും. അതാണ് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു സാധ്യത. അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ ഏറ്റവും രുചികരവും ഗുണമേന്മയുള്ളതുമാണെങ്കിൽ അത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള സഹായം ലിസ ആപ്ലിക്കേഷൻ ചെയ്തു തരും. നിങ്ങൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുക, അതിന് സാമ്പിൾ അയച്ചു തരിക. ആ സാമ്പിൾ ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അത് അയച്ചു കൊടുത്തിട്ട് അവർ ടെസ്റ്റ് ചെയ്തിട്ട് ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോഴാണ് അതിന് സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. സാമ്പിൾ കൊടുക്കുക എന്നുള്ളത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെ. പിന്നെ ഇതിന് ഷെൽഫ് ലൈഫ് കൂടുതലുണ്ടായിരിക്കണം. ഷെൽഫ് ലൈഫ് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ഇത് ഷിപ്പിൽ അവിടെ ചെല്ലുമ്പോൾ അത് കേടുകൂടാതെ അവർക്കത് സപ്ലൈ ചെയ്യാൻ സാധിക്കൂ. അപ്പം ലിസ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കും. ഇത് ഏറ്റവും രുചികരമായിട്ടുള്ള ഒരു പിക്കിളാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കുവാൻ സാധിക്കും, ബിരിയാണിയുടെ കൂടെ കഴിക്കുവാൻ സാധിക്കും. ഏറ്റവും ശുദ്ധമായ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ലിസ ആപ്ലിക്കേഷനിലുടൻ തന്നെ നിങ്ങൾക്ക് വാങ്ങുവാൻ സാധിക്കും. വാങ്ങുമ്പോൾ ഇതിൻ്റെ ലാഭവിഹിതം നിങ്ങൾക്ക് ലിസ ആപ്ലിക്കേഷനിലെ വാലറ്റിൽ കാണുവാൻ സാധിക്കും. ആ വാലറ്റിൽ വരുന്ന ലാഭവിഹിതത്തെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചെയ്ത് നിങ്ങൾക്കൊരു സ്ഥിര വരുമാനമായി മാറ്റുവാൻ സാധിക്കുന്ന രീതിയിലാണ് ലിസ ആപ്ലിക്കേഷൻ്റെ പ്രവർത്തനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ പരിചയപ്പെടുത്തി. നിങ്ങളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം അതൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ അതിന് വലിയൊരു തുകയൊക്കെയാണ് അവർ അതിനു വേണ്ടി പറയുന്നത്. എന്നാൽ നമ്മളെ ചാനൽ വഴി നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ഫ്രീ ആയിട്ട് നമ്മൾ അഡ്വർടൈസ് ചെയ്യും. അതുപോലെ തന്നെ AI ടെക്നോളജി വെച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഒക്കെ നിങ്ങളെ പ്രോഡക്റ്റുകളെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലെ സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്തൊരു വരുമാന മാർഗത്തിലേക്ക് വരുവാൻ സാധിക്കും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ലൈക്ക് ബട്ടൺ അമർത്തുക. ഇതിലേക്ക് ഞാനൊരു 1000 ലൈക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് രൂപേണ രേഖപ്പെടുത്തും. ഇങ്ങനെ ഒരു കമൻറ്റ് ഞാൻ കണ്ടതാണ്. A ഗ്രേഡിലുള്ള ഒരു പ്രോഡക്റ്റാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്, അതെങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു മെസ്സേജ് വന്നിരുന്നു.
അത് നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിലുകൾ വാട്സപ്പിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ടോ, വാട്സപ്പിൽ അയച്ചു തരിക. അയച്ചു തരുമ്പോൾ അതിൻ്റെ സാമ്പിൾ ഏതാണോ നമ്മൾ ആഗ്രഹിക്കുന്ന ആ സാമ്പിൾ അയച്ചു തരാൻ പറയും. അയച്ചു തന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കത് ലിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണെങ്കിൽ അത് ലിസ്റ്റ് ചെയ്യും. കൂടാതെ ആ ലിസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഏറ്റവും ഗുണമേന്മയുള്ളതും ശുദ്ധമായതുമാണെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മളത് പരിചയപ്പെടുത്തി കഴിയുമ്പോൾ ആ രീതിയിൽ നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു ബിസിനസ്സിനെ വലിയൊരു ലെവലിലേക്ക് മാറ്റുവാനായിട്ട് ഈസി ആയിട്ട് സാധിക്കുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ മുമ്പോട്ട് വെക്കുന്നത്. അങ്ങനെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ചിന്തിച്ച ഒരു ബിസിനസ് ഉടൻ തന്നെ അത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുമായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഉടൻ തന്നെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.